Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. ഇന്ന് prayer ആരാണ്? prayer ആരാണ്? ഗ്രൂപ്പിൽ ആരും പറഞ്ഞില്ല ടീച്ചർ. ഗ്രൂപ്പിൽ ആരും പറഞ്ഞിട്ടില്ലേ? മിനിയാത് ഞാൻ ചൊല്ലി തന്നെ ചൊല്ലട്ടെ നാലേ. പറഞ്ഞോളാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമായെന്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങൾ ആകെയും ജന്മ ബന്ധുവായിടണേ, ജാതിഭേദങ്ങൾ എന്ന ശാപമോ ദൂരമറിയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. Thank you all. Thank you. Thoughts of the day. അസൈൻമെന്റ് ആരാ പറയണേ? വീണ. പറയട്ടെ madam. All our dreams can come true if we have the courage to pursue them. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും അവ പിന്തുടരാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ. Sign in by വീണ. പിങ്കി ഇവിടെ ഇല്ലേ ആള്? Yes, ma'am. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു? മുംതാസ് ആണെന്ന് തോന്നുന്നു. അല്ലേ? ഞാനാണ്. മുംതാസ് ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും കേട്ട് ശ്രദ്ധയോടെ ഇരിക്കാട്ടോ. രണ്ട് കുട്ടി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കണേ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോളാം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നീഡ്സിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹയറാർക്കി ഓഫ് നീഡ്, അതായത് നീഡിന്റെ ഒരു ശ്രേണി. നീഡിന്റെ ശ്രേണി എന്ന് പറയുന്നത് ഒരു 5 ശ്രേണിയാണ്. ഫിസിയോളജിക്കൽ നീഡ് ഫോർ സെക്യൂരിറ്റി, നീഡ് ഫോർ ബിലോങ്ങിങ്, നീഡ് ടു ഫീൽ കമ്പോണന്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. പിന്നെ എന്ന് വെച്ചാല് ഹെൻറി മുറെ നീഡിനൊരു തിയറി ഉണ്ടാക്കി എന്ന് പഠിച്ചു നമ്മള്. ആ തിയറി എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ വ്യക്തിയുടെ ധാരണ, ബുദ്ധി, പ്രവർത്തനം എന്നിവ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലകൾ നിർവഹിക്കുന്ന ശക്തിയാണ് ആവശ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ എബ്രഹാം മാസ്ലോ 2ആയിട്ട് നീഡിനെ തരംതിരിച്ചു. ഡെഫിസിറ്റ് നീഡ്സും ഗ്രോത്ത് നീഡ്സ് എന്നാണ്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ പാരഗ്രാഫാണ്. ആ പാരഗ്രാഫില് പറഞ്ഞതെന്ന് വെച്ചാല് ഫസ്റ്റ് സെന്റൻസ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ നീഡ് ഈസ് ഇൻവിറ്റബിൾ ഫോർ സർവൈവൽ. ശാരീരിക ആവശ്യങ്ങളുടെ സംതൃപ്തി അതിജീവനത്തിന് അനിവാര്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം, നമ്മുടെ മനസ്സിന്റെ തൃപ്തി, അതിനൊക്കെ നമുക്ക് അതിജീവിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ഒക്കെ ആവശ്യങ്ങൾ അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. കൂടാതെ when these needs are not fulfilled for a long time, other needs will retreat to the background. അതായത് നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ മറ്റ് ആവശ്യങ്ങളിലേക്ക് നമ്മൾ മാറും. അതായത് നമ്മൾ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുന്നു, അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെയാണോ മാം? അതിലേടാ നമ്മള് നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്തില്ല, ഒരു ടൈമിലേക്ക് നമുക്ക് ലോങ് ടൈമിലേക്ക് അത് ഫുൾഫിൽ ചെയ്തിട്ടില്ല, എല്ലാവരും അവിടെ തന്നെ റീറ്റെയിൻ ആയിട്ട് അവിടെ തന്നെ പിന്നെ അവിടെ തന്നെ ആയിപ്പോ നമ്മുടെ ആവശ്യങ്ങൾ അത് ലഭിക്കാതെ വരുമ്പോ നമ്മള് പിന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പിന്മാറും.
നമ്മൾ വേറൊന്നിലേക്ക് ഇല്ലാതെ അവിടെ തന്നെ നമ്മൾ സ്റ്റക്കായി പോകും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പാരഗ്രാഫ് എന്ന് വെച്ചാൽ വെൻ ബോയ് ഓർ ഗേൾസ് ഡിവോർഡ് ഫോർ ഫുഡ് ഹി ഷീ വിൽ ബി മോട്ടിവേറ്റഡ് ടു സംതിങ് ടു ബിക്കം ഡോമിനന്റ്. അതായത് ഒരു ആൺകുട്ടി ആയിക്കോട്ടെ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, അവർക്ക് ഭക്ഷണമില്ലാതെ വരുമ്പോൾ അതിനെ ചെറുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ അവര് പ്രേരിതമാകും. അത് പ്രേരിതമാകും എന്നാണ് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് വേറെ വഴിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എപ്പോഴും നമ്മൾ പ്രേരിതമായിക്കൊണ്ടിരിക്കും. കൂടാതെ പിന്നെ ആസ് ചിൽഡ്രൻ ഡു നോട്ട് നോ ദ മെത്തേഡ് ഓഫ് ഹൗ ടു പ്രൊട്ടക്ട് ദംസെൽസ്. ഒരിക്കലും കുട്ടികൾക്ക് അവരെ സ്വയം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഒരിക്കലും അറിയത്തില്ല. അവർ ശരിയായി അതുകൊണ്ട് തന്നെ അവർ ശരിയായി സംരക്ഷിക്കപ്പെടണം എന്നുണ്ട്. വ്യക്തിയുടെ സാമൂഹിക വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള സ്നേഹവും സ്വാതന്ത്ര്യമാണ് അവർക്ക് ആവശ്യം. അതായത് ലവ്, ബിലോങ്ങിങ്നെസ്, നീഡ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഓരോ കുട്ടിക്കും അതേ സ്വയം സാമൂഹിക വ്യവസ്ഥ അടിസ്ഥാനമായിട്ടുള്ള സ്നേഹവും സ്വാതന്ത്ര്യം അവർക്ക് അത്യാവശ്യമാണ്. കൂടാതെ ചിൽഡ്രൻ ഹു ഹാവ് ബീൻ അവോയ്ഡ് ലവ് ഫ്രീക്വന്റ്ലി ഡെവലപ്പ് സിംറ്റംസ് ഓഫ് മലാഡ്ജസ്റ്റ്മെന്റ്സ്. അതായത് സ്നേഹം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആവശ്യം, അവരുടെ ഒരു സ്നേഹമാണ് അവർക്ക് ആവശ്യം. അത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ആ മാറ്റം നമ്മൾ കണ്ടു തുടങ്ങും. അതായത് തെറ്റായ ഒരു രീതിയിലെ പെരുമാറ്റം. നല്ല സ്നേഹം കിട്ടി വളരുന്ന ഒരു കുട്ടിയും പിന്നെ മോശമായ ഒരു ചുറ്റുപാടിൽ വളരുന്ന കുട്ടികളുടെയും സ്വഭാവത്തിന് നല്ല വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ പാരന്റ്സ് നല്ല സ്നേഹത്തോടെ കഴിയുക, അത് കണ്ടു വളരുന്ന ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്ന അതേ രീതിയിൽ സന്തോഷവും സ്നേഹവും സമാധാനവും ഉള്ളതായിരിക്കും. എന്നാൽ വീട്ടിൽ എന്നും പ്രശ്നങ്ങളും പ്രോബ്ലംസും മാത്രമുള്ള ഒരു വീട്ടിൽ വളരുന്ന കുട്ടി മാനസികമായി തളർന്നിരിക്കും. അവൻ എവിടെയാണോ സ്നേഹം അതിനു വേണ്ടിയാണ് അവന് നിലനിൽക്കുന്നത്. അവൻ പോകും, അവനോർ അവൾ പോകും. The need for love and affection emerges during infancy. ഇൻഫാൻസി ടൈമിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ആവശ്യമായി വരുന്നത്. When affectionate relations are established, they become powerful force of motivation. അതായത് അവർക്ക് നല്ല സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അവരില് ഈ ഇൻഫാൻസിയിൽ തന്നെ നല്ല സ്നേഹവും സമാധാനവും കിട്ടുന്ന ഒരു ചുറ്റുപാടിൽ അവർ വരുന്നെങ്കിൽ അവർക്ക് അത് തന്നെ ഒരു പവർഫുൾ മോട്ടിവേഷൻ ആണ്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പവർഫുൾ മോട്ടിവേഷൻ ആ ഒരു ഫാമിലിയിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് ആ കിട്ടുന്ന ആ സ്നേഹത്തിൽ നിന്ന് അവർക്ക് കിട്ടും. എ ടീച്ചർ ഹു ഇസ് വാം ഹാർട്ടഡ് ഓൾവേസ് ലൈക്ഡ് ബൈ സ്റ്റുഡൻസ്. എന്നും നല്ല ഹൃദയമുള്ള, നല്ലൊരു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നല്ല ദേഷ്യപ്പെടാതെ ഇതാക്കുന്ന, നമുക്ക് തന്നെ നമ്മളെ വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ഓർക്കുന്നത് നമ്മളെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയ ടീച്ചേഴ്സിനെ നമ്മൾ എന്നും നന്നായിട്ട് ഓർക്കും. അവർ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും മനസ്സിൽ. ബട്ട് അതിന് മറിച്ച് നമ്മളോട് എന്നും ഹാർഷായി പെരുമാറുന്ന ഒരു ടീച്ചറിനെയാണ് നമുക്ക് ആ ടീച്ചർ ഒരിക്കലും കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടാലും നമ്മൾ പോയി മിണ്ടൂല. പക്ഷെ പകരം നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ടീച്ചറാണെങ്കിൽ നമുക്ക് ആ ടീച്ചറോട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ ഇതാക്കാനുള്ള ഒരു ഇത് തോന്നും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എന്നും ആഗ്രഹിക്കുന്നത് നല്ല ഹൃദയമുള്ള ടീച്ചേഴ്സിനെ ആയിരിക്കും. കൂടാതെ ആവശ്യം ദ ഫോർമേഷൻ ഓഫ് സൊസൈറ്റി ഈസ് ബേസ്ഡ് ഓൺ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. That need emphasis on the need for identification with group. അതിന്റെ അർത്ഥം എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല ആ ഒരു പാരഗ്രാഫ്, അല്ല ആ ഒരു സെന്റൻസ്. Thus need emphasis on the need for identification with the group place. അതൊന്ന് മാം ഒന്ന് ക്ലാരിഫൈ വിവരിച്ചു കൊടുക്കുന്നതായിരിക്കും. The formation of society is based on belongingness and love needs. സമൂഹം രൂപപ്പെടുന്നത് തന്നെ സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആവശ്യകതയിലൂടെയാണ് ഒരു സമൂഹം. അതായത് ഇപ്പൊ നമ്മൾ ഈ പാരഗ്രാഫിൽ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൽ സ്നേഹം കിട്ടി വളരുന്ന ഒരു കുട്ടിയും ആ സമൂഹത്തിൽ നിന്ന് സ്നേഹം കിട്ടാതെ വളരുന്ന ഒരു കുട്ടിയും ഏത് രീതിയിൽ നല്ല രീതിയിൽ പോകും, മോശം രീതിയിൽ പോകും എന്നതാണ് ഇത്. അപ്പോ ഒരു ഇൻഫാൻസിയിൽ ഒരു കുട്ടിക്ക് ആവശ്യം, നീഡ് എന്ന് പറയുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവും സമാധാനവും ഈ ഒരു കാര്യങ്ങളാണ് അവർക്ക് ഇൻഫാൻസിയിൽ അവർക്ക് കൊടുക്കേണ്ടത്. അത് ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു പാരന്റ്സ് എന്ന നിലയിലും നമ്മൾ കൊടുക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അത് അവരുടെ ഒരു നീഡാണ്, അത് അവരുടെ ഒരു ആവശ്യം തന്നെയാണ്, നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. താങ്ക് യു ഓൾ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. താങ്ക് യു മാം. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് അവർക്ക് അവരുടെ എന്താണ് ഗ്രൂപ്പായിട്ടുള്ള നുണകൾ അല്ലെങ്കിൽ ലൈഫ്സ് ഒന്നും അവർക്ക് അറിയാനായിട്ട് കാരണം അവർക്ക് അതൊന്നും ഓവർകം ചെയ്യാനും വളരെ
ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു മീനിങ് വരുന്നുള്ളൂ. പിന്നെ ഫോർമേഷൻ, ഈ ഒരു സൊസൈറ്റിയുടെ ഫോർമേഷൻ തന്നെ ലവ് ആൻഡ് ബിലോങ്സ് നീഡിന്റെ ബേസിലാണ് എന്ത് ഈ സൊസൈറ്റിയുടെ തന്നെ ഫോർമേഷൻ ഉള്ളത്. ആൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? പിങ്കി അല്ലേ? Yes, ma'am. Good afternoon, all. Today, I will teach you about the hierarchy of needs. The last two needs in the hierarchy. That's our esteem needs and self-actualization. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഹൈറാർക്കി ഓഫ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ ലാസ്റ്റ് ടു നീഡ്സ് ആണ്. അതാണ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ നീഡ് ടു ഫീൽ കോമ്പിറ്റൻറ്റ്. എല്ലാവരുടെ മുന്നിലും അംഗീകരിക്കപ്പെടാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അത് ഒരു എല്ലാ ഇൻഡിവിജ്വലിലും ഉള്ള ഒരു ആഗ്രഹമാണ്, എല്ലാവരുടെ മുന്നിലും ബഹുമാനിക്കപ്പെടാൻ, അംഗീകരിക്കപ്പെടാൻ എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. പാരഗ്രാഫ് നമുക്ക് റീഡ് ചെയ്യാം. The two types of esteem needs are self-esteem, like self-respect, and self-regard, relation to self. Esteem നീഡ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം, ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. സെൽഫ് ലവ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് there are needs pertaining to respect from others such as reputation, status, success and fame. എല്ലാവരുടെ മുന്നിലും ഫേമസ് ആവുക, സക്സസ്ഫുൾ ആയി തീരുക, സക്സസ് ആയി കാണിക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു നീഡാണ്. അപ്പോൾ അതിന് സെൽഫ് റെസ്പെക്റ്റ് ആണ് ആദ്യമായിട്ട് അതിൽ പെടുന്നത്. ദ നീഡ് ഫോർ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് ഈസ് പ്രസന്റ് ഇൻ എവറി ഇൻഡിവിജ്വൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പദവിയിലും അന്തസ്സിലും എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുക എന്നുള്ളത് എല്ലാ ഇൻഡിവിജ്വലിന്റെയും ഒരു നീഡാണ്. അനദർ ടൈപ്പ് ഓഫ് എസ്റ്റീം നീഡ്സ്, സെക്കൻഡ് വൺ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സെൽഫ് റെസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് എസ്റ്റീം നീഡ്സ് ഈസ് അതിനു മുൻപ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് റെസ്പെക്ട് ഫ്രം അതേഴ്സ്. ആദ്യം സെൽഫ് റെസ്പെക്റ്റ്, ദെൻ സെക്കൻഡ് വൺ റെസ്പെക്ട് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ ഒരാൾ ബഹുമാനിക്കപ്പെടുക. ആദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം വേണം, ദെൻ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാനുള്ള നമ്മുടെ ആഗ്രഹം, ആവശ്യം. അതിൽ അടുത്തതാണ് അനദർ ടൈപ്പ് ഓഫ് എസ്റ്റീം നീഡ്സ്, ഫീലിംഗ് സുപ്പീരിയർ ടു അതേഴ്സ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ മുന്നിൽ എത്തിച്ചേരുക, സുപ്പീരിയർ ടു അതേഴ്സ്, മറ്റുള്ളവരെക്കാൾ മുന്നിലായിത്തീരുക, അവരെക്കാൾ മുന്നിൽ എത്തിച്ചേരുക എന്നുള്ള നമ്മുടെ നീഡ്. അപ്പൊ മെയിൻ ആയിട്ട് എസ്റ്റീം നീഡ്സിൽ 3 എണ്ണ പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ്, ദെൻ റെസ്പെക്ട് ഫ്രം അതേഴ്സ്, ദെൻ സുപ്പീരിയർ ടു അതേഴ്സ്, മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കുക. ഫെയിലർ ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് ക്യാൻ ജനറേറ്റ് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്. ഈ എസ്റ്റീം നീഡ്സുകളെല്ലാം തന്നെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്റ്റുഡൻസ് ഷുഡ് ഓൾവേസ് ബി വൺ ഓഫ് എൻകറേജ്മെന്റ് ആൻഡ് അപ്രീസിയേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്. അപ്പോൾ കുട്ടികളെ കുറിച്ചുള്ള ഈ എസ്റ്റീം നീഡ്സ് പ്രകാരം ഒരു ടീച്ചർ കുട്ടികളോട് പ്രകാരമായിരിക്കണം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളിലും എൻകറേജ് ചെയ്ത് അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചറായിരിക്കണം. അപ്പോഴാണ് അവർക്ക് അവരുടെ എസ്റ്റീം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോർ ദം എഡ്യൂക്കേഷൻ ഈസ് എ വേ ഓഫ് എൻഹാൻസിങ് ദ ഫാമിലി സ്റ്റാറ്റസ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു സ്റ്റാറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എഡ്യൂക്കേറ്റഡ് ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫാമിലി സ്റ്റാറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. മാസ്ലോ ബിലീവ്ഡ് ദാറ്റ് enough gratification of the esteem needs lessens the dominating force in a person's life. എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും എന്താ പറയുക, ഒരു ആധിപത്യ ശക്തിയാണ് എസ്റ്റീം നീഡ്സ് എന്നുള്ളത്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ മുന്നിലും ബഹുമാനിക്കപ്പെടാൻ, അംഗീകരിക്കപ്പെടാനൊക്കെ ആഗ്രഹമുള്ളതാണ്. ഒരു മനുഷ്യന്റെ ലൈഫിലെ ഡൊമിനേറ്റിംഗ് ഫോഴ്സ് ആണ് സാറ്റിസ്ഫൈയിങ് ദ എസ്റ്റീം നീഡ്സ് എന്നുള്ളത്. ദെൻ this make him move to the direction of self actualization. നമ്മൾ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക്, അതായത് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നയിക്കും. അപ്പോൾ എസ്റ്റീം നീഡ്സിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം സെൽഫ് റെസ്പെക്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദെൻ റെസ്പെക്ട് ഫ്രം അതേഴ്സ് ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് സുപ്പീരിയർ ടു അതേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എസ്റ്റീം നീഡ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ എന്നുള്ള നിലയിൽ കുട്ടികളോട് എല്ലാ കാര്യങ്ങളിലും അപ്രീഷിയേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്യുന്ന ടീച്ചർ ആവണം. അപ്പോൾ അവർക്ക് അവരുടെ എസ്റ്റി നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ദെൻ നമ്മൾ ഫോർത്ത് നീഡ് എന്ന് പറയുന്നത് ഹൈറാർക്കിയിലെ സെൽഫ് ആക്ച്വലൈസേഷൻ, അതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് റീഡ് ചെയ്യാം. സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന എന്നാൽ നമ്മൾ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫുൾഫില്ലിങ്നെസ്, നമ്മുടെ കംപ്ലീഷൻ നടക്കുന്നത് അല്ലെങ്കിൽ പെർഫെക്ഷൻ നടക്കുക, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് നീഡ്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു നീഡാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ദ നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. ഇതിനെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കതിനെ സെൽഫ് എക്സ്പ്രഷൻ എന്നോ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ വിളിക്കാം. ഈ പറഞ്ഞിട്ട് സെൽഫ് ആക്ച്വലൈസേഷനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് സെൽഫ് റിയലൈസേഷൻ, നമ്മൾ സ്വയം തിരിച്ചറിയുക, അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ, അതായത് ആത്മപ്രകാശനം, നമ്മൾ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാം, നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മസാക്ഷാത്കാരം നേടുക എന്നൊക്കെ ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് റിയലൈസേഷൻ എന്നും സെൽഫ് എക്സ്പ്രഷൻ എന്നും സെൽഫ് ആക്ച്വലൈസേഷൻ വിളിക്കുന്ന മറ്റു പേരുകളാണ്. It is moving towards perfection, which needs fulfilling one's individual nature in all aspects. എല്ലാ തരത്തിലും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത്. Every individual is prone to think that there is something for which he is best suited. എല്ലാ വ്യക്തികളിലും നമുക്ക് ഏറ്റവും യോജിച്ച ഇന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന, നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുള്ള, ആംബിഷനുള്ള ഒരു കാര്യമുണ്ട്, എല്ലാവരുടെ ലൈഫിലുള്ളതാണ്. നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം, അതിലെത്തിച്ചേരുന്നതാണ് ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. The need for self-actualization should be adjusted to the pupil's total environment, his capacities and opportunities for self-expression. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ നമ്മളൊരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നിരിക്കുന്നത് കുറെ കാര്യങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ പ്യൂപ്പിൾസ്, ഒരു കുട്ടിയുടെ ടോട്ടൽ എൻവയോൺമെന്റ്, സാമൂഹിക പരിസ്ഥിതി, ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ ഹിസ് കപ്പാസിറ്റീസ്, അവൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അവളുടെ കഴിവുകൾ, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ, അവസരങ്ങൾ, നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എഫക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പീപ്പിൾസ് ടോട്ടൽ എൻവയോൺമെന്റ്, ഹിസ് കപ്പാസിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ. ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞത്. പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ ഇൻ ദ ഏരിയ ഓഫ് സ്കൂൾ വർക്ക് മേക്ക് ദ സ്കൂൾ വേൾഡ് പ്ലസന്റ് ആൻഡ് ദ പീപ്പിൾസ് ഷോ അഡ്വാൻസ്മെന്റ് ഇൻ ദെയർ സ്കിൽസ്. ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്ലസന്റ്, വളരെ ഹാപ്പി ഉള്ളതാക്കി തീർക്കാനായിട്ട് സ്കൂളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു വെച്ചാൽ കുട്ടികളെ പുകഴ്ത്തുകയും അവരെ മനസ്സിലാക്കുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് പ്ലസന്റ് ഏജ് ആയിരിക്കും, നല്ല സന്തോഷകരമായ ഒരു കാലഘട്ടമായിരിക്കും. അവരെ അപ്രീഷിയേറ്റ് ചെയ്ത്, അവരെ പ്രൈസ് ചെയ്ത്, അവരെ മനസ്സിലാക്കി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്കൂളാണെങ്കിൽ അവരെല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നെക്സ്റ്റ്, ഇൻ ദ വേർഡ്സ് ഓഫ് ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഫോർ ദ തിങ്കിങ് മൈൻഡ്സ് ടു ബ്ലോസം, ഫോർ ആർട്സ് ആൻഡ് സയൻസ് ടു ഫ്ലോറിഷ്, ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് എ വെൽ സെറ്റിൽഡ് സൊസൈറ്റി പ്രൊവൈഡ് വിത്ത് സെക്യൂരിറ്റി ആൻഡ് ലിഷർ. അതായത് ഒരു കുട്ടിയുടെ, ഇപ്പൊ നമ്മൾ കുട്ടിയുടെ ബേസിസിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ചിന്താശേഷി, തിങ്കിങ് മൈൻഡ് എന്ന് പറഞ്ഞ ചിന്താശേഷി ബ്ലോസം ചെയ്യണമെങ്കിൽ, അതായത് തഴച്ചു വളരണമെങ്കിൽ, പൂവണിയണമെങ്കിൽ, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ്, കലയും ശാസ്ത്രവും തഴച്ചു വളരണമെങ്കിൽ ഒരു കുട്ടിയുടെ ചിന്താശേഷിയും കലയും ശാസ്ത്രവും, അതായത് തിങ്കിങ് മൈൻഡ്, ആർട്സ് ആൻഡ് സയൻസ് ടു ഫ്ലോറിഷ്, അത് തഴച്ചു വളരണമെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വമുള്ള, ഒരു സെക്യൂരിറ്റി ഉള്ള, ഒരു ലിഷർ എന്ന് പറഞ്ഞാൽ വിശ്രമവും സുരക്ഷിതത്വവും ഉള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ മാത്രമാണ്
ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ കുട്ടിയുടെ കല, ശാസ്ത്രം, അതുപോലെ ചിന്താശേഷി ഇതൊക്കെ തന്നെ തഴച്ചു വളരാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഒരാൾക്ക് ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ എത്തിച്ചേരാനായിട്ട് ഒരു കുട്ടിക്ക് സാധിക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ടീച്ചർ, ഒരു പാരന്റ്, ഒരു സൊസൈറ്റി, ഈ മൂന്നും നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു അവസരമായിരിക്കും എന്നാണ് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ. Sometimes the high expectations of parents and teachers provide a stimulant to high performance. ചിലപ്പോഴൊക്കെ തന്നെ പാരൻസിന്റെ കയ്യിൽ നിന്നും ടീച്ചറുടെ കയ്യിൽ നിന്നും ഒക്കെയുള്ള, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ കയ്യിൽ നിന്നുമുള്ള നല്ല നല്ല സ്റ്റിമുലേഷൻസ്, ദാറ്റ് മീൻസ് അവർക്കുണ്ടാകുന്ന ഉത്തേജനങ്ങൾ ഒരു കുട്ടിയുടെ ഹൈ പെർഫോമൻസിന് സഹായിക്കും, അവരെ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിച്ചേരാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് എസ്റ്റീം നീഡ്സ് ആണ്. അത് 3 പോയിന്റ് ആണ്. സെൽഫ് റെസ്പെക്ട്, ദെൻ റെസ്പെക്ട് ഫ്രം അതേഴ്സ്, ആൻഡ് ദ തേർഡ് വൺ സുപ്പീരിയർ ടു അതേഴ്സ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അതിന് പാരൻസ്, ടീച്ചേഴ്സ്, സൊസൈറ്റി ഒക്കെ ഒരു കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് എന്താ പറയുക, പ്ലസന്റ് ആയ ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ എഴുതുവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഇതാണ് ഈ 2 ടോപ്പിക്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. കേട്ടോ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ ആർക്കും? ക്ലിയർ അല്ലേ? മ്യൂട്ട് ആയിരുന്നു. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. അയച്ചു നോക്കുക എല്ലാവരും. ഓക്കെ, ഞാൻ കാര്യങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നിങ്ങൾ ആരെങ്കിലും പാട്ടൊക്കെ പാടുമോ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടൊക്കെ പാടുന്നവരുണ്ടോ? ആളെ പേരറിയില്ല. രേഷ്മാന്നോ അങ്ങനെ എന്തോന്നു മാം, അത് നവംബർ 14 അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു. പേരറിയില്ല. ശരണ്യ എന്നാ തോന്നുന്നുണ്ട്. ശരണ്യ തോന്നുന്നുണ്ട് ഒരു പാട്ട് പാടിയിരുന്നു. ഞങ്ങൾക്ക് ക്രിസ്മസിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരുമോ ചോദിക്കാൻ വേണ്ടിട്ടാ. ശരണ്യ
ശരണ്യ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വെക്കേഷൻ ഉണ്ടോ? വെക്കേഷൻ ഇവിടെ ഇൻഫോം ചെയ്യും എന്ന് മുതലാണ് ക്ലാസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസം ക്ലാസ് ഇല്ലാന്നുള്ളത്. 10 ദിവസം വെക്കേഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ക്രിസ്മസിന്റെ അന്ന് അവധി ഉണ്ടാവും, അല്ലാതെ എല്ലാവരും വേറെ അവധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ നിങ്ങളോട്. ക്ലാസ് റൂമിൽ എത്തിക്കോട്ടാ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലേ ഈ ഒരു പോർഷനില്? രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് ഒക്കെ എടുത്തത് അതില്ലേ? അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മള് യൂണിറ്റ് 8 സൈക്കോ നീഡ്സ് ആണ് കഴിഞ്ഞത്. ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇടാൻ, അല്ല ഞാൻ എക്സാം തരാം, നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യോ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ടല്ല, കുറച്ച് വലിയ പോർഷൻ ആണെന്ന് എനിക്ക് അറിയാം. നിങ്ങളൊന്ന് എങ്ങനെയാണ് അതൊന്ന് ആൻസർ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ചെയ്ത് നോക്കുവോ? അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് തരണോ? ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ആരൊന്നും മിണ്ടുന്നില്ല, എനിക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻസ് വേണം കേട്ടോ. ക്വസ്റ്റ്യൻ ബുക്കൊന്നും എടുത്തോണ്ട് വരട്ടെ. ആകാശമായവളെ, അകലെ പറന്നവളെ, മുതലായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞു പോയി, വഴിയും മറന്നു പോയി, തോരാതൊരാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി, പാട്ടും മുറിഞ്ഞു പോയി, ഞാൻ ശൂന്യമായി. അടിപൊളിയായിട്ട് പാട്ട്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അവന്റെ പേരെന്താണ്? റെനീഷ. മിസ്സേ എന്റെ മോള് പാടിയതാ, നിഹ. നിഹ. ഓക്കെ ഓക്കെ, നന്നായിരുന്നു. നല്ല കഴിവുള്ള കുട്ടിയാട്ടോ. താങ്ക് യു. ഓ, പാട്ട് പഠിക്കാൻ പോകണ്ട ആള്. പാട്ട് പഠിക്കുന്നുണ്ടേനും ഇപ്പൊ ഇല്ല, ഇപ്പൊ സ്കൂളിൽ പോകുന്നതിന്റെ ഇതിൽ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ മാം. ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്ടാ. ഇതില് 1 വേർഡ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് മാർക്ക് ഞാൻ വരുത്തുന്നുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡ് ഇൻ സൈക്കോളജിക്കൽ നീഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് including in physiological needs. Physiological needs include needs എന്തൊക്കെയാണ്?
ഫിസിയോളജിക്കലിനുണ്ട്, ഫിസിയോളജിയിലായിട്ടുണ്ട്, ഫിസിയോളജിക്കലിനാണ് കേട്ടോ. ടൈപ്പ് ചെയ്ത് അവര് പറഞ്ഞതാണ്. ഇതൊന്ന് വെച്ചേക്ക്. ആൻസർ ആരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഞാൻ നീഡ്സ് അറിഞ്ഞൂടാ? ഫുഡ് ക്ലോത്തിങ് അതല്ല ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, റെസ്റ്റ്, ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്, നെക്സ്റ്റ് ഹൈജീൻ. അപ്പൊ അത്രയും ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മളപ്പോ എന്ത് ചെയ്യേണ്ടി വരാം? ഫുള്ളായിട്ട് എന്ന് വെച്ചാല് എന്താ പറയാ, ഓൾ ഓഫ് ദ എബോവ് എന്നാണ് ആൻസറെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് എന്ന് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരാളൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. Okay, next question. Who developed the hierarchy of needs? Who developed the hierarchy of needs? Who developed? Type ചെയ്യണം ഞാൻ. Simple അല്ലേ? രണ്ടാമത്തെ question. Who developed hierarchy of needs? ഒരു വ്യക്തിയുടെ പേരാണ്. ആരാണ് നീഡ് ഹൈറാർക്കിയുടെ എന്താ പറയാ, മാസ്ലോ ഫുൾ നെയിം അറിയോ? എബ്രഹാം മാസ്റ്റർ. എബ്രഹാം മാസ്ലോ. ഫുൾ നെയിം എബ്രഹാം മാസ്ലോ കേട്ടോ. എല്ലാവരും എഴുതിയോ? Next ആണ്, which of the following which are the types of existing needs? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? which are the types of existing needs? നീഡ്സിന്റെ ടൈപ്സ് ഇപ്പൊ ഒരാൾ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രീം നീഡ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? എക്സ്ട്രീം നീഡ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഒരാൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രീം നീഡ്സിനെ കുറിച്ച്. സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, വേറെ കൂടി ഉണ്ടല്ലോ, superior to other. അത് ഞാൻ ഡെവലപ്പെടുത്തി തരാം കേട്ടോ. എക്സ്ട്രീം നീഡ്സിന്റെ ടൈപ്പ് സെൽഫ് റെസ്പെക്ട്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. The two types of extreme needs are നോക്കാട്ടോ.
കളർ ചെയ്തിരിക്കുന്നുണ്ടോ? ഇത് സെൽഫ് റെസ്പെക്ട്, സെൽഫ് റിഗാർഡ്സ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലല്ലോ അവർക്ക്. ആൻസർ കിട്ടിയാലോ? ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, need theory developed by need theory has written ഒന്നുകൂടെ പറയോ? need theory has written by എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ പേരാണ് പറഞ്ഞത്. need theory has written by ആരാണ് need theory ക്രിയേറ്റ് ചെയ്തത്? need theory ആരാ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിരിക്കാൻ? ഹെൻറി മുറേ. ഹെൻറി മുറേ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതണോട്ടെ. ഹെൻറി മുറേ, അബ്രഹാം മാസ്ലോയുടെ വരും. നിങ്ങളത് കറക്റ്റ് ആയിട്ട് പേരുകൾ പഠിച്ചു വെക്കാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, what are the social and emotional needs of a child? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കുക. what are the social, emotional needs of a child? ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്നത്? എന്താണ്? കിട്ടിയില്ലേ? ലവ് ആൻഡ് സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. അത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സില് എന്തിട്ടാ? കണ്ടോ? എവിടെയാണത്? ഇതിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ നോക്കി ഒന്ന് കളറിൽ ചെറുതായിട്ട് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റിയോ? കിട്ടി മിസ്സേ. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ചാപ്റ്റർ എടുത്തത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹയറാർക്കി നീഡ് ഹയറാർക്കി കറക്റ്റ് ആയിട്ട്, കറക്റ്റ് അല്ല, അതിന് ഒന്ന് ഏതെങ്കിലും ലീഡ്, രണ്ട് ഇന്ന ലീഡ് എന്നൊക്കെ പറഞ്ഞ് ഇടകലർത്തി കൊടുക്കും. ഒന്നോ രണ്ടോ എല്ലാം ഒരു നമ്പർ ഇട്ടിട്ട് കൊടുക്കും. ഓർഡറിലായിരിക്കൂല. നമ്മളോട് ഓർഡറിൽ ഇത് ചെയ്യാൻ പറയും, ഓർഡർ ആക്കി അറേഞ്ച് ചെയ്യാൻ പറയും. ഓക്കെ, അബ്സ അല്ല, മോൻ കുറെ നാളായാലും കണ്ടിട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് പോയ ആള്. അപ്പൊ ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കേടാ. അപ്പൊ അതൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. അറേഞ്ച് ചെയ്യാനാ പറയാം. നമ്മൾ കറക്റ്റ് ഓർഡർ, ഈ ഒരു ഗ്രാഫിലുള്ള കറക്റ്റ് ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഓർഡർ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ഏകദേശം കിട്ടി. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, എല്ലാവരും നീഡ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് റീഡ് എടുത്തല്ലോ. അതിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാലോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ? കുഞ്ഞു കുട്ടികളുടെ ലാംഗ്വേജ്, കുട്ടികൾ ജനിക്കുമ്പോ അവർക്ക് ലാംഗ്വേജ് ഉണ്ടോ? കുഞ്ഞു കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് വഴിയാണോ? അല്ലല്ലോ. അവർ വളരുന്ന ഒരു സ്റ്റേജസ് അനുസരിച്ചാണ് അവർക്ക് എന്ത് വരുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത്. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മളെയും മറ്റു മൃഗങ്ങളെയും നമ്മൾ വേർതിരിക്കുന്ന ഒരു ഫാക്ടറാണ് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? സംസാരിക്കാൻ പറ്റും. നമുക്ക് വേർഡ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൃഗങ്ങൾക്കും പറ്റും. എന്നാലും നമ്മൾ ഡിഫറെന്റ് ചെയ്യണത് ഹ്യൂമൻ ബീങ്സിനെയും അനിമൽസിനെയും നമ്മൾ ഡിഫറെന്റ് ചെയ്യണമെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കാനായിട്ട് വാക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ പിള്ളേരെ ഞാൻ പറയുന്നത്? ഉണ്ട് മാം. അപ്പൊ കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത് അവരെങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്? അറ്റ് ബർത്ത് ടൈമിൽ അവർക്ക് ലാംഗ്വേജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, ആബ്സെന്റ് ആണ്. അപ്പൊ അവർ നമ്മളോട് എങ്ങനെ പ്രതികരിക്കണേ? ആദ്യം അവർ എങ്ങനെ പ്രതികരിക്കുന്നത്? ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അവർക്ക് വിശക്കുമ്പോഴൊക്കെ അവരെന്തെങ്കിലും കരയും. സങ്കടം വരുമ്പോഴും എന്ത് ഫീലിംഗും അവരെങ്ങനെ പ്രകടിപ്പിക്കണേ? ഭയങ്കര കരച്ചിലൂടെ പ്രകടിപ്പിക്കണേ. അതേപോലെ ഒരു അപൂർവം ഒരു പ്രാവശ്യം ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എങ്ങാനും ഒന്ന് ചിരിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. അപ്പോ നമ്മുടെ മക്കളുടെ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് ടൈം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുട്ടികൾ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് അവർ കരച്ചിലായിട്ട് മാറി. പിന്നെ അവരെന്താണ്, അവര് സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ തോട്ടിൽ വെച്ചിട്ട് ഇങ്ങനത്തെ സൗണ്ടുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. കുട്ടികളുടെ രീതിയിൽ സംസാരിക്കണോ? അവരിങ്ങനെ ഒരുപാട് അവരുടെ തോട്ട് വെച്ചിട്ട് സൗണ്ടുകൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യാൻ തുടങ്ങും? സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ എന്റെ മോള് ഫസ്റ്റ് മോളാണല്ലോ, അപ്പം മൂത്ത കുട്ടിയാണ്. അപ്പൊ അവള് എന്നെ നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്? ആദ്യം വിളിക്കണത് ഞാനാണല്ലോ കൂടെ ഉള്ളത്, അമ്മയാണല്ലോ കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും എന്നെ വിളിക്കും, അമ്മേന്നോ മാന്നോ എന്തെങ്കിലും വിളിക്കും എന്ന് വിചാരിച്ച് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു 9 മാസം കഴിയുമ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താ കുറച്ച് സംസാരിച്ചില്ലേ? അപ്പൊ 8-9 മാസമൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ആദ്യം അവള് പറഞ്ഞത് പാന്നാണ്. പാന്ന് പറയണം. അപ്പൊ ആരെ കാണുമ്പോഴാണ്? എന്റെ ഹസ്ബൻഡിനെ കാണുമ്പോ പ എന്ന് പറയാൻ തുടങ്ങി. ഞാൻ അപ്പൊ ആദ്യം പാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ശ്രദ്ധിച്ചു. അപ്പൊ എന്താണത്? ആദ്യം പാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാല് ചാന്ന് മാത്രമുള്ള ഒരു അക്ഷരമാണ് ചാന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഓക്കെ, ആരെ കണ്ടാലും ചാന്ന് പറയും. അച്ഛനെ കണ്ടാലും അച്ഛനെ കണ്ടാലും എല്ലാവരും ചാന്നുള്ള വേർഡ് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴില്ലേ അച്ചാന്ന് പറയാൻ തുടങ്ങി. ഞാനിവിടെ ഇത്രയും ദിവസം കുശിനെ നോക്കി എല്ലാ ദിവസവും ഇരുന്നിട്ട് എത്രയും നേരം അടുത്തുള്ള എന്നെ പറയാണ്ട് അല്ലെങ്കിൽ എന്നോട് എന്ന് പറയാണ്ട് അവൾ ആദ്യം എന്താണ് അച്ചാന്നാ പറഞ്ഞത്. മിക്കവർക്കുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ചില കുട്ടികൾ അങ്ങനെയാണ്. എങ്ങനെയാണ് തന്നെയായിരുന്നു എന്റെ ആദ്യം വിളിച്ചേ. എന്റെ വശം അതെ. ഞാൻ എന്തോരം ശ്രമിച്ചിട്ടുണ്ട് നമ്മന്ന് പറയാനായിട്ട്. അവള് എന്താ ചെയ്തെന്ന് പറഞ്ഞാല് ആദ്യം അച്ചച്ച പറഞ്ഞേ ചാച്ച പറഞ്ഞേ മേമ വരെയും പറഞ്ഞേ. അമ്മാമ്മന്ന് പറഞ്ഞിട്ടില്ല. അമ്മാമ്മന്ന് പറഞ്ഞിട്ടില്ല, അമ്മാന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കും ഓരോ പ്രാവശ്യം അമ്മ അമ്മ അമ്മ. നമ്മള് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോ അപ്പൊ പറയും അച്ഛാ. ഉള്ള കോൺഫിഡൻസ് മൊത്തം പോകും ആ സമയത്ത്. ഇത്രയും നേരം നമ്മ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും നാളെ നമ്മൾ കഷ്ടപ്പെട്ട് നോക്കി ഇരുന്ന് അവൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വിളിക്കുന്ന വിചാരിച്ചപ്പോ എല്ലാവരും എന്നെ കളിയാക്കും. ഹസ്ബൻഡാണ് ഭയങ്കരമായിട്ട് കളിയാക്കും കേട്ടോ. നീ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് അവളിപ്പോ അമ്മേന്ന് വിളിയൊന്നും നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തില് അമ്മയെ അത് ചെയ്താ അമ്മയെ ഇത് ചെയ്താ എപ്പോഴും വാ തുറന്നാലും അമ്മയാണ്. അച്ഛനോട് ഒന്നും പോയി പറയൂല. നമ്മുടെ അടുത്താണല്ല ഓരോ കാര്യത്തിൽ വരുന്നത്. ഇന്നത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവള് അത്യാവശ്യം നന്നായിട്ട് ഒരു 3-4 വയസ്സാവണം. ആള് നന്നായിട്ട് ഒരുപാട് വേർഡ്സുകള് കാണാതെ പഠിച്ച് പാട്ടൊക്കെ പാടി തുടങ്ങി. അപ്പൊ അത്യാവശ്യം കൂടുതൽ വൊക്കാബുലറി ഇംപ്രൂവ് ആയിട്ടുണ്ട്.
പാട്ട് എന്ന് വെച്ചാല് എന്നെ പോലെ തന്നെ വലിയ കഴിവൊന്നുമില്ല എന്ന് വെച്ചാല് ഈണോ താളമൊന്നുമില്ല, പക്ഷെ കാണാപ്പാടം പഠിച്ചത് കറക്റ്റ് ആയിട്ട് പാടുന്നുണ്ട് ആള്. അപ്പൊ കുട്ടികളിപ്പോ ഫോണിലൊക്കെ കാണുന്ന പാട്ടുകളൊക്കെ അവൾക്ക് സാധാരണ അവൾ തന്നെ പഠിച്ച് നമുക്കത് പാടിയിട്ട് തരുന്നുണ്ട്. അപ്പൊ കുട്ടികള് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളിലും ഒരുമിച്ച് ഒരു സെയിം ഏജിൽ ചേർത്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കണമെന്നില്ല. ചെറിയ കുട്ടികൾ നേരത്തെ സംസാരിച്ചു തുടങ്ങും. ചെറിയ കുട്ടികൾ എങ്ങനെയാണ് കുറച്ച് വൈകിയായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു 9 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്റെ മൂത്ത ആള് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇളയാള് 9 മാസം ആയപ്പോഴും സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് തോന്നുന്നു എന്താ പറയാ, അവൻ സംസാരിച്ചാണ് കുറച്ച് ചില 1 വയസ്സ് കഴിഞ്ഞ് 12 മാസം 1 വയസ്സ് കഴിഞ്ഞ 1 വയസ്സായപ്പോഴേക്കും 11 മാസം 12 മാസം ഒക്കെ ആയപ്പോഴേക്കും ഒരു അക്ഷരമൊക്കെ പറഞ്ഞു തുടങ്ങി. അതും അച്ഛാന്ന് തന്നെ പറഞ്ഞത്. രണ്ടും ഓരോ പോലെയാ. അപ്പൊ അച്ഛാന്നൊക്കെ പറഞ്ഞു. ദെൻ നടക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു എന്ന് വെച്ചാൽ കുറച്ചും കൂടി ടൈം 1.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നടന്നു തുടങ്ങിയത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് കാര്യമാണ്. നമുക്ക് നോക്കാം. Language, which is ability to communicate using spoken words, distinguish human beings from animals. നമുക്ക് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വേർതിരിക്കുന്നത് എന്താണ്? ഈ ലാംഗ്വേജസ് ആണ്. നമ്മൾ അവരിൽ നിന്ന് വേർതിരിച്ച് കാണുന്നത് നമുക്ക് എന്താണ്? നമുക്ക് ലാംഗ്വേജസ് ഉണ്ട്. നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കരയും. സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ ചിരിക്കും. നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലാംഗ്വേജിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു കാര്യം ഒരാളോട് പറയണം, അത് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് ആ കാര്യം അയാളോട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, നമ്മൾ നോക്കാട്ടോ. Crying, calling the child produce sounds from his thoughts. കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികൾ കരയുന്നതും ആ ഒരു തോട്ട് ഉപയോഗിച്ചിട്ട് ഒരു സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ബപ്പ് 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 അങ്ങനെ കുറച്ച് സൗണ്ടുകൾ അവരിങ്ങനെ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവര് മിക്ക കാര്യങ്ങളും എന്തെങ്കിലും കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൗണ്ടുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. കളിക്കുന്ന സമയത്തൊക്കെ അവരെന്താണ് ഇങ്ങനെ കൈയൊക്കെ ഇട്ടിരുന്ന് കളിക്കുമ്പോഴും സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. Bubbling, the child combine a vowel contained sounds, repeat the continuously pa pa pa. അപ്പൊ ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ആ വവൽസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ആ ഒരു വേർഡ് ഇപ്പൊ ഇതേപോലെ തന്നെ ആ കൊച്ചു അച്ച 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 പറഞ്ഞത്. ദൈവമേ, 1 മിനിറ്റ് മിണ്ടാണ്ടിരിക്കില്ല, അച്ച 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. റിപ്പീറ്റ് തന്നെ ഇങ്ങനെ പറയും. ആദ്യമായിട്ട് വേർഡ് കിട്ടി കഴിഞ്ഞപ്പോ അച്ചാന്ന് വേർഡ് കഴിഞ്ഞപ്പോ പിന്നെ അച്ച 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ്സ് ജനറലി റിലേറ്റഡ് ടു പ്രൈമറി കെയർ ടേക്കർ മാ അവ. അപ്പൊ നമ്മൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കെയർ എടുക്കുന്ന ആളെ ആയിരിക്കും കുട്ടികൾ എന്ത് ചെയ്യണത്? ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ് പറയാറ് പ മ. അത് ഇംഗ്ലീഷിലാകുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ആണെങ്കിൽ ച മ അല്ലെങ്കിൽ അമ്മ അമ്മി എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആള് സംസാരിക്കാനായിട്ട് കുറച്ച് വൈകിയാണ്, എന്നാലും ആള് അച്ഛന്നൊക്കെ സംസാരിച്ചോട്ടെ. അച്ഛന്നൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ പറയും. പിന്നെ അമ്മ എന്ന് പറയില്ല, അമ്മ എന്ന് കറക്റ്റ് ആയിട്ട് പറയില്ല, അമ്മി എന്നാ പറയണത്. മീ 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 എന്നാ പറയണത്. ചില വേർഡുകൾ ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി സിംഗിൾ വേർഡ് സെന്റൻസ് ബോൾ ക്യാൻ മീൻസ് ഐ സീ എ ബോൾ, ഐ വാണ്ട് എ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. അപ്പൊ ആ കുട്ടികളെ ചിലപ്പോ ഒരു ബോൾ എന്ന് ഉദ്ദേശിക്കും. ബോൾ എന്ന് കാണിക്കുമ്പോൾ ചിലപ്പോ എനിക്ക് ആ ബോൾ വേണം, എന്റെ ബോൾ എവിടെയാണ്, എനിക്ക് ആ ബോൾ എന്റെ കയ്യിൽ നിന്ന് വീണ് പോയി എന്നുള്ള കുറെ മീനിങ് ആ ഒറ്റൊരു വേർഡ് എന്ന് അവർ മനസ്സിലാക്കും. കാരണം കുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ എന്ന് കളിക്കുകയാണെങ്കിൽ ആ ബോൾ എന്ന് ഉദ്ദേശിക്കുന്നത് പല മീനിങ് കൊണ്ടാണ് ആ ബോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോ സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് വെച്ചാൽ വൺ ബോൾ, സീ ബോൾ, അങ്ങനത്തെ ഒരു മീനിങ്ങിലേക്ക് ഫുൾ ആയിട്ടുള്ള സെന്റൻസിലേക്ക് എത്തില്ല. എന്നിരുന്നാൽ പോലും വൺ ബോൾ, സീ ബോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ സിമ്പിൾ സെന്റൻസിലേക്ക് എത്തും. അതിലെന്താ നമ്മളെവിടെന്നാ തുടങ്ങിയിട്ട് ഭാഗം തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് ബോളൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ ബോൾ വേണമെന്നുള്ളപ്പോ അല്ലെങ്കിൽ ബോൾ നമ്മുടെ കയ്യിൽ വീഴുമ്പോ ആ ഒറ്റൊരു വേർഡ് ബോൾ എന്നുള്ള വേർഡ് പറയും. ഇനി അടുത്ത സ്റ്റേജിൽ വരുമ്പോ എന്താണ്, ആ ബോളിനോടൊപ്പം ഒരു വേർഡ് കൂട്ടിയിട്ട് ബോള് വേണം.
അങ്ങനത്തെ ഒരു വേർഡുകൾ കൂട്ടാനായിട്ട് ഒരു വേർഡ് കൂടി കൂട്ടി പറയാൻ തുടങ്ങി. എന്നിട്ട് ഒരു സിമ്പിൾ സെന്റൻസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് എന്ത് ചെയ്യും കുട്ടികളെ ഡെവലപ്പ് ചെയ്യും. ഐ വാണ്ട് ഇപ്പോൾ അപ്പൊ കുറച്ചൊരു ഏജ് മാറിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ആ സമയം ആകുമ്പോഴേക്കൊരു 24 അല്ലെങ്കിൽ 24 months അല്ലെങ്കിൽ 2 yearsനൊക്കെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരു സിമ്പിൾ സെന്റൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തുടങ്ങുള്ളൂ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ. 3 years ഒക്കെ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് സെന്റൻസ് അവരെന്തെങ്കിലും കുട്ടികൾ പറഞ്ഞു തുടങ്ങും. ഇനി ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ് അക്വയറിംഗ് 4 skills namely. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ 4 skills ആണ് പഠിക്കുന്നത്. ഒന്ന് ലിസണിങ്, അത് മനസ്സിലാക്കാണ് സ്കില്ല്. നമ്മളൊക്കെ ആദ്യമൊക്കെ ഹിന്ദി കേട്ടിരുന്ന സമയത്ത് നമുക്ക് ഒന്നും മനസ്സിലാവൂലായിരുന്നു. പക്ഷെ അത് കേട്ട് 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 നമ്മൾ ശീലമായപ്പോ നമുക്ക് അവരെന്താണെന്ന് പറയണേന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ആദ്യം നമ്മൾ എന്ത് ചെയ്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ദെൻ സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പറയുന്ന അതേ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. ദെൻ അത് വായിക്കാൻ തുടങ്ങി, റീഡ് ചെയ്യാൻ തുടങ്ങി ആൻഡ് റൈറ്റിംഗ്. അപ്പൊ നമ്മൾക്ക് 3 സ്കിൽസ് ആണ് സാധാരണയായിട്ട് ലാംഗ്വേജിൽ വരുന്നത്. ലാംഗ്വേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. A 3-year-old has a vocabulary of about 900 words. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് 900 വേർഡ്സുകൾ അവർക്ക് വൊക്കാബുലറി കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടാവും. ബട്ട് അറ്റ് ദ ടൈം ഹി ഈസ് ഇൻ 6 years. 6 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും. അവർക്ക് 12,000 മുതൽ 14,000 വേർഡ്സ് വരെ അവരുടെ മൈൻഡ് സ്റ്റോർ ചെയ്ത് നമുക്ക് അത്രയും വേർഡ്സ് യൂസ് ചെയ്ത് സെന്റൻസ് ഫുൾ സെന്റൻസ് കറക്റ്റ് സെന്റൻസ് മേക്ക് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. അപ്പൊ 3 വയസ്സിൽ 900 വേർഡ്സുകൾ സംസാരിച്ചിരുന്ന കുട്ടി ഒരു 6 വയസ്സാകുമ്പോഴേക്കും 12,000 to 14,000 വേർഡ്സുകൾ സംസാരിക്കാൻ ഒറ്റയടിക്ക് സംസാരിക്കാന്നല്ല, പുതിയ പുതിയ വേർഡ്സുകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ആള് ഇനി നമ്മൾ ചിലപ്പോൾ കാണുന്നത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും എന്താ പറയാ നല്ല രീതിയിൽ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നതനുസരിച്ച് റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെന്താണ് എല്ലാവർക്കും എന്താ പറയാ നല്ലൊരു എന്താ പറയാ മെറി ക്രിസ്മസ്. ഇനി ചിലപ്പോ ക്രിസ്മസിന് മുമ്പ് ചിലപ്പോ ക്ലാസ് ഉണ്ടാവണമെന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതാണ് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലേ? ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മാം. മെരി ക്രിസ്മസ് മാം. ഹാപ്പി ക്രിസ്മസ് മാം. മെറി ക്രിസ്മസ് ഓൾ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? വീണ. ഓക്കെ, വീണ പറഞ്ഞോടാ. The future belongs to those who believe in the beauty of their dreams. സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. സൈൻ ഔട്ട് ബൈ വീണ.